തൃശൂർ കൊടകരം മറ്റത്തൂരിൽ വീട്ടിൽ 8 വയസ്സുകാരനായ അൽജോയും 10 വയസ്സുകാരൻ അലോഷും. പതിവ് പോലെ രാത്രി അമ്മയോടൊപ്പം ഉറങ്ങാൻ കിടന്ന കുട്ടികൾക്ക് പുലർച്ചെയോടെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. ഭക്ഷ്യവിഷബാധയെന്ന് കരുതി കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ സംശയം തോന്നിയ ഡോക്ടറാണ് പറഞ്ഞത് കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റതാകാനാണ് സാധ്യത. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് കുട്ടികളുടെ മുറി പരിശോധിച്ചപ്പോൾ ഡോക്ടറുടെ സംശയം സത്യമാണെന്ന് കണ്ടെത്തി. കിടക്കയിൽ തലയിണയുടെ അടിയിൽ ശംഖുവരയൻ അഥവാ വെള്ളിക്കെട്ടൻ ഇനത്തിൽപ്പെട്ട പാമ്പിൻ കുഞ്ഞിനെ കണ്ടെത്തി. ഒരടിയോളമായിരുന്നു നീളം. ചുണ്ടിൽ പാമ്പുകടിയേറ്റ അൽജോ മരണത്തിന് കീഴടങ്ങി. കൈവെള്ളയിൽ കടിയേറ്റ് ഗുരുതര നിലയിലായ അലോഷ് വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. അടച്ചുറപ്പുള്ള ഈ കോൺക്രീറ്റ് വീടിനുള്ളിൽ, അതും കിടക്കയിൽ, എങ്ങനെ പാമ്പ് എത്തി എന്നതായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചത്. പാമ്പുകൾ മാളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മനുഷ്യർക്ക് കൂടുതലായി പാമ്പ് കടിയേൽക്കാൻ സാധ്യതയുള്ള 4 സമയങ്ങളാണ് ഉള്ളത് എന്ന് ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും സർപ്പ സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമായ മുഹമ്മദ് അൻവർ പ്രമുഖ പത്രത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ വിശദമാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പാമ്പുകൾ മാളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മനുഷ്യർക്ക് കൂടുതലായി പാമ്പ് കടിയേൽക്കാൻ സാധ്യതയുള്ള 4 സമയങ്ങളുണ്ട്. അതിലൊന്നാണ് വേനൽക്കാലം. പാമ്പുകൾ ശീതരക്തമുള്ള ജീവികളായതുകൊണ്ട് അവയ്ക്ക് ശരീര താപനില അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ റെഗുലേഷൻ ഈ സംവിധാനങ്ങൾ കുറവാണ്. പൊതുവായി പാമ്പുകൾ മാളങ്ങളിൽ തന്നെ കഴിഞ്ഞ് ഇരപിടിക്കാനും വെള്ളം കുടിക്കാനുമായി മാത്രമാണ് പുറത്തേക്കിറങ്ങാറുള്ളത്. എന്നാൽ വേനൽക്കാലത്ത് ശരീര താപനില നിയന്ത്രിക്കാനായി ഇവയ്ക്ക് മാളങ്ങളിൽ വിട്ട് പുറത്തേക്ക് വരേണ്ടി വരുന്നു. രണ്ടാമത്തേത് പാമ്പിന്റെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയമാണ്. മൂന്നാമത് പാമ്പുകൾ ഇണചേരുന്ന സമയം. ഈ സമയത്തൊക്കെ അവ കൂടുതൽ ആക്രമണകാരികളായിരിക്കും. ഇണപ്പാമ്പുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആ സ്ഥലത്തേക്ക് പോകുന്ന സമയമുണ്ട്. അപ്പോൾ മാളത്തിന് പുറത്തായിരിക്കും ഇവ ഉണ്ടാകുക. ഇണചേരലിന്റെ സമയത്ത് ഒന്നിലധികം ആൺപാമ്പുകൾ ഇണയുടെ അടുത്തെത്താറുണ്ട്. തുടർന്ന് ആൺപാമ്പുകൾ തമ്മിൽ ഒരു ആക്രമണമുണ്ടാകും. അതിൽ വിജയിക്കുന്ന പാമ്പാണ് ഇണചേരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അവ ആക്രമണാത്മകമായ സ്വഭാവത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങോട്ട് വന്ന് മനുഷ്യനെ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പാമ്പുകളുടെ ഇണചേരൽ നടക്കുന്ന ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പു കടിയേറ്റിട്ടുള്ള മരണവും സംഭവിക്കുന്നത്. നാലാമതായുള്ളതാണ് മഴക്കാലം. മാളങ്ങളിൽ വെള്ളം കയറുമ്പോൾ ഇവ പുറത്തേക്കിറങ്ങി മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പോകും. മഴക്കാലത്ത് ശരീരം ചൂട് പിടിപ്പിക്കാനായി ഇവ വെയിലുള്ള പ്രദേശത്ത് ഇറങ്ങിക്കിടക്കാറുമുണ്ട്. അതുപോലെ ചൂട് കൂടുമ്പോഴും കാറ്റ് കൊള്ളാനായി മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിക്കിടക്കും. ഇതിനെ ബാസ്കിംഗ് എന്നാണ് പറയുന്നത്. ഭക്ഷണത്തിനും കുടിവെള്ളത്തിനായും ഇവ പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. വേനൽക്കാലവും പാമ്പിൻ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയവും ചിലപ്പോൾ ഒരുമിച്ച് വരാറുണ്ട്. നിലവിൽ അങ്ങനെയൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവ ഒരു സ്ഥലത്ത് തന്നെ തുടരാറില്ല. ജനിച്ച സ്ഥലത്തു നിന്ന് മാറി അവയ്ക്ക് സുരക്ഷിതമെന്ന് കരുതുന്ന സ്ഥലത്തേക്ക് സഞ്ചരിക്കും. പാമ്പിൻ കുഞ്ഞുങ്ങൾ വീടിനകത്തും പുറത്ത് ഷൂവിനുള്ളിലും ചെടിച്ചട്ടിയിലും അങ്ങനെ ഒളിയിടങ്ങളിലുള്ള സ്ഥലങ്ങളിലെല്ലാം അഭയം പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയിൽ നിന്ന് കടിയേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുഞ്ഞു പാമ്പുകൾക്ക് വിഷമില്ല എന്നുള്ളത് വെറും തെറ്റിദ്ധാരണയാണ്. കുഞ്ഞു പാമ്പുകൾക്കും മുതിർന്ന പാമ്പുകളെ പോലെ തന്നെ വിഷമുണ്ട്. അളവ് കുറവാണ്, പക്ഷേ വീര്യം മറ്റു പാമ്പുകളെ പോലെ തന്നെയാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന 100 കണക്കിന് പാമ്പുകളിൽ വിരലിൽ എണ്ണാവുന്നവയ്ക്ക് മാത്രമേ വിഷമുള്ളൂ എന്നതാണ് ഒരു സത്യം. മൂർഖൻ, വെള്ളിക്കെട്ടൻ, അണലി, ചുരുട്ടമണ്ഡലി എന്നീ 4 തരം വിഷപ്പാമ്പുകളുടെ കടിമൂലമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കാറുള്ളത്. എന്നാൽ കണ്ടാൽ ഇവയെ പോലെ തന്നെ തോന്നിക്കുന്ന ചില പാമ്പുകളുണ്ട്. ഒറ്റനോട്ടത്തിൽ ഇവയെ തിരിച്ചറിയാൻ അല്പമെങ്കിലും പഠിക്കാതെ സാധിക്കില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ എല്ലാ പാമ്പുകടിയും വിഷം തീണ്ടിയിട്ടുള്ളതാകണം എന്നില്ല. അഥവാ വിഷമുള്ള പാമ്പാണ് എങ്കിൽ പോലും ഇര പിടിച്ച ഉടനെയാണ് പാമ്പ് ഒരാളെ കടിക്കുന്നതെങ്കിൽ പാമ്പിന്റെ വിഷസഞ്ചിയിൽ വിഷമുണ്ടാകണം എന്നില്ല. ഡ്രൈ ബൈറ്റ് എന്നറിയപ്പെടുന്ന ഇത്തരം പാമ്പുകടികൾ അപകടരഹിതമാണ്. രാജവെമ്പാല, മൂർഖൻ, ശംഖുവരയൻ, അണലി എന്നിവയ്ക്കാണ് മനുഷ്യനെ കൊല്ലാൻ പാകത്തിന് വിഷമുള്ളത്. രാജവെമ്പാല മാത്രമാണ് ഇക്കൂട്ടത്തിൽ പകൽ സമയത്ത് ഇര തേടി പുറത്തിറങ്ങുന്നത്. രാജവെമ്പാലയുടെ കടിയേറ്റാൽ 25 മില്ലി വിഷം വരെ ശരീരത്തിൽ പ്രവേശിക്കും. ഒരു ആനയെ കൊല്ലാൻ ഇത് ധാരാളമാണ്. അല്ലെങ്കിൽ 20 ആളുകളെ വരെ കൊല്ലാൻ ഈ വിഷത്തിന് സാധിക്കും എന്നാണ് പറയുന്നത്. പാമ്പിൻ വിഷം വിവിധ തരം രാസവസ്തുക്കളുടെ ഒരു സങ്കീർണ മിശ്രിതമാണ്. രക്തത്തെ ബാധിക്കുന്ന വിഷം, നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വിഷം എന്നിവയാണ് പ്രധാന തരം വിഷങ്ങൾ. പേശികളെ ബാധിക്കുന്ന വിഷം, ഹൃദയത്തെ ബാധിക്കുന്ന വിഷം തുടങ്ങിയ ഇനം വിഷങ്ങളുമുണ്ട്.
മിക്ക പാമ്പുകളിലും ഇവയിൽ ഒന്നിലേറെ തരം വിഷങ്ങൾ ഒന്നിച്ച് കാണാറുണ്ട്. വിഷം ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ ചെറുതല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട. പാമ്പുകളുടെ വിഷം കുതിരയിൽ കുത്തിവെച്ച് കുതിരയുടെ ശരീരത്തിൽ ഈ വിഷത്തിനെതിരെ ഉണ്ടാകുന്ന ആന്റിബോഡികൾ രക്തത്തിൽ നിന്നും വേർതിരിച്ചെടുത്ത് ശുദ്ധീകരിച്ചാണ് ഈ ആന്റിവെനം നിർമ്മിക്കുന്നത്, അഥവാ ASV നിർമ്മിക്കുന്നത്. ആന്റി സ്നേക്ക് വെനം എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്. 4 പാമ്പുകളുടെ വിഷത്തിനെതിരെ പ്രവർത്തിക്കും എന്നതിനാൽ പോളിവലന്റ് ആന്റി സ്നേക്ക് വെനം എന്നാണ് ഈ മരുന്നിനെ വിളിക്കാറുള്ളത്. അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതാണ് ഈ മരുന്നിന്റെ പ്രധാന ന്യൂനത. അതിനാൽ അലർജി ഉണ്ടായാൽ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി ആശുപത്രികളിൽ ഉണ്ടാകണം. അലർജി ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിലും ആവശ്യമുള്ള രോഗികൾക്ക് മരുന്ന് നൽകുക തന്നെ വേണം. സ്വീകരിക്കേണ്ട ചികിത്സാ സൗകര്യങ്ങൾ വേണമെന്ന് മാത്രം. അലർജി വന്നാൽ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടതെന്നുള്ള സൗകര്യങ്ങൾ കൂടി ആവശ്യമാണ്. കേരളത്തിലെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും പ്രധാന സർക്കാർ സ്വകാര്യ ആശുപത്രികളിലുമെല്ലാം ആന്റിവെനം എന്ന മരുന്ന് ലഭ്യമാണ്. പാമ്പ് കടിച്ചാൽ ഉടൻ പാമ്പിനെ തിരിച്ചറിയാൻ വേണ്ടി നെട്ടോട്ടം ഓടേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിന് വിവിധ കാരണങ്ങളുണ്ട്. ഇന്ത്യയിൽ ലഭ്യമായ പാമ്പിൻ വിഷത്തിന് എതിരായ ചികിത്സ ASV പ്രധാനപ്പെട്ട 4 പാമ്പുകളുടെ വിഷത്തിന് എതിരായി പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിഷബാധ ഏറ്റെന്ന് ഉറപ്പുണ്ടെങ്കിൽ പാമ്പിനെ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ചികിത്സ കൃത്യമായിരിക്കും. പാമ്പിനെ തിരിച്ചറിയുന്നതിലുപരി കടിയേറ്റ ആളുടെ ശാരീരിക ലക്ഷണങ്ങൾ നോക്കിയാണ് ഡോക്ടർ ചികിത്സ നിർണ്ണയിക്കുന്നത്. ASV ഡോസ് നിശ്ചയിക്കപ്പെടുന്നതും ഇങ്ങനെയാണ്. ഈ ഡോസ് ആളുടെ പ്രായത്തിനെയോ പാമ്പ് കടിച്ച മുറിവിന്റെ വലിപ്പത്തിനെയോ മറ്റേതെങ്കിലും പൊതുവായ കാരണത്തിനോ അനുസരിച്ച് മാറുന്നതല്ല. മറിച്ച് രോഗിയുടെ ശാരീരിക ലക്ഷണങ്ങൾ നോക്കിയാണ് വിഷത്തിനെതിരെയുള്ള മരുന്ന് നൽകേണ്ട അളവ് തീരുമാനിക്കുന്നതും മറ്റ് ശാരീരിക വിവശതകൾ പരിഹരിക്കുകയും ചെയ്യുന്നത്. പാമ്പിനെ തിരഞ്ഞ് സമയം കളയുന്നത് രോഗിയുടെ നില വഷളാക്കും. പിടിച്ചുകൊണ്ടുവരുന്നത് കടിച്ച പാമ്പിനെ തന്നെ ആകണമെന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാരണം. പാമ്പുകൾ മിക്കതും പൊതുവായ വാസസ്ഥലങ്ങളുള്ളവയാണ്. ഒരു പരിസരത്ത് ഒന്നിലേറെ പാമ്പുകൾ ഉണ്ടാകാൻ സാധ്യത ധാരാളമാണ്. ചിലപ്പോൾ രോഗിയെ വിഷമില്ലാത്ത പാമ്പ് കടിക്കുകയും പാമ്പിനെ തിരയുന്ന ആളെ വിഷപ്പാമ്പ് കടിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വിഷമുള്ള ജീവിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടത് ധൈര്യമല്ല, വൈദഗ്ധ്യമാണ്. വിവേകത്തോടെ പെരുമാറുക. പാമ്പ് കടിച്ചാൽ തിരിച്ചു കടിച്ചാൽ വിഷമിറങ്ങും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊരു തമാശയായി മാത്രമേ കരുതാനാകൂ. ഭയമുണ്ടാകുക സ്വാഭാവികം മാത്രമാണ്. പക്ഷേ പരിഭ്രമവും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമവും ശരീരത്തിലെ രക്തചംക്രമണം വേഗത്തിലാക്കുകയും ഹൃദയം, വൃക്ക, തലച്ചോർ എന്നിവിടങ്ങളിൽ വിഷം പെട്ടെന്ന് എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പാമ്പ് കടിച്ച ആൾ പേടിക്കരുത് എന്ന് പറയുന്നത്. ഒറ്റയ്ക്കാണെങ്കിൽ കടിയേറ്റ ഭാഗം ഹൃദയത്തിനേക്കാൾ താഴെ ആയിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. വിഷം പ്രധാന അവയവങ്ങളിൽ എത്തുന്നത് വൈകിക്കാൻ ഇതുവഴി സാധിക്കും. കഴിയുന്നത്ര വേഗം ഫോണിലൂടെയോ മറ്റോ സഹായം മറ്റുള്ളവരിൽ നിന്ന് അഭ്യർത്ഥിക്കുക. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുന്നതിന് ജീവന്റെ വിലയുള്ള സമയമാണെന്ന് മനസ്സിലാക്കുക. തുണി കൊണ്ട് മുറുക്കി കെട്ടുന്നത് പൊതുവെ കാണപ്പെടുന്ന ഒരു രീതിയാണ്. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉള്ളതല്ല എന്ന് ഡോക്ടർമാർ പറയുന്നു. മാത്രമല്ല, ഈ കെട്ട് അമിതമായി മുറുകുന്നത് വഴി കടിയേറ്റ ഭാഗത്തേക്കുള്ള രക്തയോട്ടം തടയപ്പെടുകയും ആ ഭാഗം ഉപയോഗശൂന്യമായി മാറുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി അഥവാ കെട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു വിരൽ കയറാനുള്ള അയവ് ഉണ്ടായിരിക്കണം. കെട്ടുമ്പോൾ ഈ കടിപ്പാടിനും കെട്ടിനുമിടയിൽ ഒരു വിരൽ കയറാനുള്ള അയവ് ഉണ്ടായിരിക്കണം. കൈകാലുകളിലാണ് കടി എങ്കിൽ അണിഞ്ഞിരിക്കുന്ന വാച്ച്, ആഭരണങ്ങൾ തുടങ്ങിയവ പെട്ടെന്ന് തന്നെ ഊരി മാറ്റണം. പിന്നീട് നീർവീക്കം വന്നാൽ ഇവ ഇറുകി ബുദ്ധിമുട്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. മുറിവിൽ നിന്നുള്ള രക്തപ്രവാഹമുണ്ടെങ്കിൽ മുറിവ് വൃത്തിയുള്ള തുണി കൊണ്ട് കെട്ടാവുന്നതാണ്. പാമ്പിനെ പിടിക്കാനോ പാമ്പിന്റെ ഫോട്ടോ പിടിക്കാനോ ശ്രമിച്ച് സമയം കളയേണ്ടതില്ല. മുൻപ് സൂചിപ്പിച്ചതുപോലെ പാമ്പിനെ തിരിച്ചറിയുന്നതും ചികിത്സയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. രോഗിക്ക് ആവശ്യമായ ചികിത്സ എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. സുരക്ഷിതമായ അകലത്തിൽ നിന്ന് മൊബൈലിൽ ചിത്രമെടുക്കാൻ സാധിക്കുമെങ്കിൽ പാമ്പ് വിഷമുള്ളതാണോ അല്ലയോ എന്നറിയാൻ ചികിത്സിക്കുന്ന ഡോക്ടറെ സഹായിച്ചേക്കും. ഇതിന് സാധിച്ചില്ലെങ്കിലും വിരോധമൊന്നുമില്ല. അതിനുവേണ്ടി പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പാമ്പിന്റെ പിന്നാലെ ഓടിപ്പോകാൻ നിൽക്കരുത്. കാരണം അധികം അനങ്ങാതിരിക്കാനാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പാമ്പ് കടിയേറ്റ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിനെ ഇംഗ്ലീഷ് വാക്യത്തിൽ ചുരുക്കി പറയുന്നത് ഡു ഇറ്റ് റൈറ്റ് നൗ എന്നാണ്. ഇതിൽ റൈറ്റ് എന്ന വാക്കാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. ആർ എന്ന് വെച്ചാൽ റീഅഷ്വർ ദ വിക്ടിം, പാമ്പ് കടിയേറ്റയാളെ സമാശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതാണ്. കാരണം പാമ്പ് കടിയേറ്റയാൾ ഒട്ടും പേടിക്കാൻ പാടില്ല.
പിന്നെ ഐ എന്ന് പറയുന്നത് ഇമ്മൊബിലൈസ് ദ ബൈറ്റൺ പാർട്ട് വിതൗട്ട് ടൈറ്റ് ബാൻഡേജസ്. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുക. യാതൊരു കാരണവശാലും മുറുക്കമുള്ള കെട്ടിട്ട് ആ ഭാഗത്തെ രക്തസഞ്ചാരം ഇല്ലാതാക്കരുത്. അടുത്തത് GH. ഗെറ്റ് ദ പേഷ്യന്റ് ടു ഹോസ്പിറ്റൽ ആസ് സൂൺ ആസ് പോസിബിൾ. ആന്റിവെനം ഇസ് ദ ഓൺലി ക്യൂർ ഫോർ എ വെനോമസ് സ്നേക്ക് ബൈറ്റ്. കഴിയുന്നത്ര വേഗം ആശുപത്രിയിൽ എത്തിക്കുക. വിഷപ്പാമ്പിന്റെ കടിക്കുള്ള ചികിത്സ ASV മാത്രമാണ്. അടുത്തത് T. RIGHിലത്തെ T. ടെൽ ദ ഡോക്ടർ ഓഫ് എനി സൈൻസ് ഓർ സിംറ്റംസ് ദാറ്റ് ഹാപ്പൻ ഓൺ ദ വേ ടു ദ ഹോസ്പിറ്റൽ. കടിയേറ്റതു മുതൽ ആശുപത്രിയിൽ എത്തും വരെ രോഗിയിൽ കാണുന്ന പ്രത്യേക ലക്ഷണങ്ങൾ വ്യക്തമായി ഡോക്ടറോട് പറയുക. വായിൽ നിന്ന് നുരയും പതയും വരുന്നുണ്ടെങ്കിൽ അത്, ബോധക്കേടുണ്ടാകുന്നുണ്ടെങ്കിൽ അത്, ഉറക്കം വരുന്നുണ്ടെങ്കിൽ അത്, ഇങ്ങനെ എന്തെങ്കിലും നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത്, തുടങ്ങി എന്താണോ രോഗി പറയുന്നത് ആ കാര്യങ്ങൾ കൂടെയുള്ളവർ ഡോക്ടറോട് പറയുക. പിന്നെ ഒരാൾക്ക് പാമ്പ് കടിയേറ്റാൽ ഒരിക്കലും ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അശാസ്ത്രീയമായ ചികിത്സകൾക്കായി കളയുന്ന വിലയേറിയ മണിക്കൂറുകൾ രോഗിയെ ദുരിതത്തിൽ നിന്ന് ദുരന്തത്തിലേക്ക് തള്ളിയിട്ടേക്കാം. വിഷക്കല്ല് വെക്കുക, പച്ചമരുന്ന് കഴിച്ച് നേരം കളയുക തുടങ്ങിയൊന്നും തന്നെ വിഷം രക്തത്തിൽ കലർന്ന അവസ്ഥയിൽ ഗുണം ചെയ്യില്ല. പലപ്പോഴും ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാകാം, വിഷക്കല്ല് വെച്ചിട്ടും പച്ചമരുന്ന് കഴിച്ചിട്ടുമെല്ലാം പാമ്പ് കടിച്ചാൽ രക്ഷപ്പെട്ട കഥകൾ പറയാനുണ്ടാകാം. അതിനൊറ്റ കാരണമേ ഉള്ളൂ. കാരണം മിക്ക പാമ്പുകൾക്കും വിഷമില്ല. വിഷമുള്ള പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ASV വേണം. രോഗിയെ രക്ഷിക്കാനുള്ള വിലപ്പെട്ട സമയം ഈ വഴിക്ക് നഷ്ടപ്പെടുത്തരുത്. മദ്യപിക്കുകയോ പുകവലിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യാൻ പാടില്ല. മദ്യവും പുകയിലയിലെ നിക്കോട്ടിൻ എന്ന വസ്തുവും രക്തക്കുഴലുകളെ വികസിപ്പിച്ച് വിഷം വളരെ പെട്ടെന്ന് രക്തത്തിൽ കലരാൻ കാരണമാകും. ചില ഭക്ഷ്യവസ്തുക്കളിലെ ഘടകങ്ങൾ, ഉദാഹരണത്തിന് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്ന കഫീൻ, ഇതേപോലെ പ്രവർത്തിക്കും. അതുകൊണ്ട് ചായയോ കാപ്പിയോ പോലും കുടിക്കരുത്. ഓർക്കുക, പാമ്പ് കടിയേറ്റ പിരിമുറുക്കം കുറയ്ക്കാൻ ഉപയോഗിക്കേണ്ട വസ്തുക്കളല്ല ഇവയൊന്നും. നേരം കളയാതെ ചികിത്സ നേടുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകളോ ഇലകളോ വെച്ചുകെട്ടാനോ കഴിക്കാനോ പാടില്ല. മുറിവ് എത്രയും പെട്ടെന്ന് വൈദ്യശ്രദ്ധയിൽപ്പെടാനുള്ള വഴി നോക്കുകയാണ് വേണ്ടത്. വിഷം തീണ്ടിയ മുറിവിൽ അണുബാധയ്ക്കുള്ള സാധ്യത കൂടി ഉണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടാക്കരുത്. മാത്രമല്ല, കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഒഴുക്കിക്കളയാനും ശ്രമിക്കരുത്. രക്തത്തെ ബാധിക്കുന്ന വിഷമുള്ള പാമ്പുകടി ഏൽക്കുന്നത് രക്തം കട്ട പിടിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തും. ഭീമമായ രക്തനഷ്ടമായിരിക്കും ഫലം. മുറിവിൽ നിന്നും രക്തം വായ കൊണ്ട് വലിച്ചെടുത്ത് തുപ്പിക്കളയാൻ ശ്രമിക്കരുത്. അങ്ങനെയും നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ വിഷം വലിച്ചെടുക്കുന്ന വ്യക്തിക്കും വിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ട് എന്ന് ഓർക്കണം. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുറിവിൽ ഐസ് ഉപയോഗിക്കാൻ പാടില്ല. തീ കൊണ്ട് പൊള്ളലേൽപ്പിക്കാൻ പാടില്ല. ഇവയൊന്നും തന്നെ വിഷബാധയെ തടയില്ല, ദോഷഫലം ഉണ്ടാക്കുകയും ചെയ്യും. ഒരു വർഷത്തിനിടെ 19 പേരാണ് സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് മരിച്ചിട്ടുള്ളത്. വനം വകുപ്പിന്റെ കീഴിലുള്ള സർപ്പയുടെ 2021 മുതലുള്ള കണക്കുകൾ പ്രകാരം ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിയ 74,000-ലധികം പാമ്പുകളെ പിടികൂടി സുരക്ഷിത സ്ഥലത്തേക്ക് നീക്കിയിട്ടുണ്ട്. അപ്പോൾ പാമ്പ് കടിച്ചാൽ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകൂടി പറയാം. പാമ്പ് കടിയേറ്റ ആളെ ഭയപ്പെടുത്തരുത്. അതുപോലെ തന്നെ കടിയേറ്റ ആളെ നടക്കാൻ അനുവദിക്കരുത്. കടിച്ച ഭാഗം മുറുക്കിക്കെട്ടരുത്. മുറുകിക്കിടക്കുന്ന വസ്ത്രങ്ങളും വാച്ചുമെല്ലാം നീക്കം ചെയ്യണം. വെള്ളമോ മറ്റ് ഭക്ഷണങ്ങളോ കൊടുക്കരുത്. കടികൊണ്ട ഭാഗം സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം. വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കണം. അതുപോലെ കടികൊണ്ട ഭാഗം കീറി മുറിച്ച് രക്തം കളയരുത്. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന തരം വിഷമാണെങ്കിൽ മുറിവിലൂടെ രക്തം വാർന്നു പോകാൻ ഇത് കാരണമാകാം. അതുപോലെ തന്നെ വായ കൊണ്ട് ആ ഭാഗത്തെ രക്തം വലിച്ചെടുക്കരുത്. പാമ്പിനെ തപ്പി സമയം കളയരുത്. എത്രയും പെട്ടെന്ന് ആന്റിവെനമുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക. ഏറ്റവും പ്രധാനം, വ്യാജ ചികിത്സാ കേന്ദ്രങ്ങളിൽ ഒരു കാരണവശാലും കൊണ്ടുപോകരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ നോക്കുക. പാമ്പ് കടിയേറ്റാൽ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ വേനൽക്കാലമാണ്, പാമ്പുകൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക.